പോയാൽ ഇവിടെ മദ്രസ നടത്താൻ കുടുങ്ങിപ്പോകണം, പള്ളി നടത്താൻ കുടുങ്ങിപ്പോകണം എന്നൊരു ചിന്ത ഒരു ദാഇയുടെ മനസ്സിലുണ്ടാകാൻ പാടില്ലല്ലോ. ഇതുപോലൊരു സംഘടനാ പ്രവർത്തകന് ഞാൻ അതിന്റെ പ്രസിഡന്റ് അല്ലെങ്കിലും, ഞാൻ അതിന്റെ സെക്രട്ടറി അല്ലെങ്കിലും, എനിക്കതിൽ സ്ഥാനമില്ലെങ്കിൽ പിന്നെ ആ സംഘടന വേണ്ട എന്നൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ലല്ലോ. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയുള്ള പ്രവർത്തനമാണെങ്കിൽ അതൊന്നും പാടില്ലല്ലോ. ഇരിക്കട്ടെ, ഞാൻ നോട്ട് ചെയ്തു. ഈ ചെറുപ്പക്കാരനെ ഞാനവിടെ പറഞ്ഞയച്ചത് സ്ഥലം ഞാൻ തന്നെ വാങ്ങിയതാണ്. നിങ്ങളെപ്പോലുള്ള മുഅ്മിനീങ്ങളോട് പിരിവെടുത്ത് ഞാൻ തന്നെ പള്ളി നിർമ്മിച്ചു കൊടുത്തതാണ്. ഈ ചെറുപ്പക്കാരന് ഒരു മുതലും ഇല്ല. ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിചാരിച്ച്, പഠിച്ചവനെ, ഇവനാ മഹല്ലിലെ ജനങ്ങളെ രണ്ടാക്കിയല്ലോ. അപ്പണ്ട് എനിക്കൊരാൾ ഫോണിൽ നിന്ന് ഫോണിൽ പറയുന്നു, ഉസ്താദെ, അയാള് ഇന്നാളൊരു ദിവസം ഇവിടുന്ന് പറഞ്ഞിരുന്നു. ഇന്ന് കുറെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തെന്ന്? ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ബാങ്ക് മിസ്സാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ബാങ്ക് മിസ്സാക്കൂ എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എനിക്ക് ഫോൺ ചെയ്യാണ്. ഞാൻ കളവ് അറിയല്ല, വെറുതെ ഇവിടെ സ്റ്റേജിൽ കയറിയിട്ട്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള പ്രവർത്തനമായി പോകരുത്. ഉത്തരവാദിത്തം സംബന്ധിച്ച് നല്ല ബോധം വേണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചോളണം. ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചോളണം. മദ്രസകൾ തുറക്കുകയാണ്. കുട്ടികൾ മദ്രസയിലേക്ക് വരും. പറയട്ടെ, ഇവിടെയൊക്കെ എത്ര മണിക്കാ തുടങ്ങാറെന്ന് എനിക്കറിയില്ല. 6:30 മണിക്ക് മദ്രസ തുടങ്ങാണോ? മുഅല്ലിമീങ്ങൾ 6:25 മുമ്പ് മദ്രസയിലെത്തണം. കുട്ടികൾ വന്നിട്ട് ഉസ്താദിനെ തെരഞ്ഞി നറുക്കിടുന്ന സ്വഭാവം ഉണ്ടാകരുത്. അതേ, മദ്രസ നിർത്തി 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ പോകാവൂ. സദർ മുഅല്ലിം കഴിയുന്നതും 10 മിനിറ്റ് കഴിഞ്ഞു പോകണം. സദർ മുഅല്ലിം ആദ്യം എത്തണം. എന്നാലേ വൈകിയെത്തുന്നുണ്ടോ എന്ന് നോക്കാൻ കഴിയൂ. അമാനത്താണ്, ഉത്തരവാദിത്വമാണ്. ചില മുഅല്ലിമീങ്ങൾക്ക് ചില സദർ ഉസ്താദിനോട് വലിയ സ്നേഹമാണ്. കാരണം എത്ര വൈകി വന്നാലും മൂപ്പര് ചേർക്കൂല. അതേ, വൈകി വന്ന വിഷയം ചേർക്കൂല. പക്ഷെ പടച്ചവന്റെ കോടതിയിൽ കുടുങ്ങും കേട്ടോ. അല്ലാഹു രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. കൂടെയുള്ള മുഅല്ലിമിന്റെ റിളയല്ല വേണ്ടത്, അല്ലാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തിയാണ് വേണ്ടത്. അതേ, വല്ലാഹു അഹഖു അൻ തഖ്ശാ. അല്ലാഹനെയാണ് ഭയപ്പെടേണ്ടത്. അപ്പൊ നമ്മൾ കൃത്യനിർവഹണം വേണം. നല്ല ദർസുകളുണ്ട്, ദർസുകൾ പരിപോഷിപ്പിക്കണം. ദർസിലെ ഏതെങ്കിലും ഒരു മുതഅല്ലിമി കുട്ടിക്കാലമാകുമ്പോ അവരുടെ പ്രവർത്തനത്തിൽ ചില അപാകതകൾ സ്വാഭാവികമാണ്. ഞാനും ദർസിലോതി പഠിച്ചതാണ്. എനിക്ക് വിവരമില്ലാത്ത സമയത്ത് ചിലപ്പോൾ എന്നിലും വികൃതി വന്നിട്ടുണ്ടാകാം. പടച്ചവൻ മാപ്പ് നൽകട്ടെ. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പാണ്. അതേ, അക്കാലത്ത് ദർസിൽ ഓതിപ്പടിക്കുമ്പോ ചെറിയ വികൃതിയൊക്കെ എന്നിൽ നിന്നും വന്നിട്ടുണ്ടാകാം, സ്വാഭാവികമാണ്. ഉസ്താദ് നാട്ടിൽ പോയ ഒരു ദിവസം സുബ്ഹാനല്ലാഹ്, പള്ളിന്റെ മോള് ഓട്ടിന്റെ മേലെ ഇറങ്ങി. അവിടുന്ന് അങ്ങനെ തന്നെ ഊരി താഴെ വീണു. എന്തോ ഒരു ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഞങ്ങൾ ഒന്നിച്ച് കളിക്കുന്ന കാലത്ത് ഞങ്ങളിൽ ഒരാളിൽ നടന്നൊരു സംഭവമാണ്. ആളാരാണ് എന്ന് ഞാൻ പറയുന്നില്ല. സുഹൃത്തുക്കളെ, കുട്ടികൾ അങ്ങനെയൊക്കെ ചില വികൃതികൾ വന്നേക്കും. അത് കാണുമ്പോഴേക്ക് ഇവിടെ ദർസ് വേണ്ടാന്നൊന്നും ആരും തീരുമാനിക്കരുത്. ആ മക്കളെ വളർത്തിയെടുക്കാനല്ലേ നമ്മളെ ദർസ്, ആ മക്കളെ നന്നാക്കിയെടുക്കാനല്ലേ നമ്മുടെ കോളേജ്. നിങ്ങൾക്കറിയില്ലേ, അതാ കാട്ടാനെ പിടിച്ചുകൊണ്ട് ആ കാട്ടാനെ കുഴിയിൽ തള്ളിയിടുന്നു. എന്നിട്ടോ ആ കാട്ടാനെ മറ്റുള്ള നാട്ടാനകൾ വന്ന് പരിശീലിപ്പിക്കുന്നു. ആ കാട്ടാനയാണ് പിന്നെ നാട്ടാനയായി വന്നിട്ട് മരം പിടിക്കുന്നത്. ഇതുപോലെ ചിലപ്പോ ചില വികൃതിയൊക്കെ കളിച്ച കുട്ടികളാണ് പിന്നെ വലിയ പണ്ഡിതന്മാരായി മാറുന്നത്. അന്നത് കാട്ടാനയായിരുന്നു, പിന്നീട് അത് നാട്ടാനയാണ് കേട്ടോ. അതുകൊണ്ട് കുട്ടികൾ ചെറിയ വികൃതി കളിക്കുമ്പോഴേക്ക് ദർസ് വേണ്ടെന്നൊന്നും ആരും തീരുമാനിക്കരുത്. പക്ഷേ കുട്ടികൾക്കുള്ള ചാൻസ് കൊടുക്കരുത്. ഉസ്താദുമാര് നന്നായി ശ്രദ്ധിക്കണം. ചില ദർസുകളുണ്ട്, സുബ്ഹാനല്ലാഹ്,
ബുധനാഴ്ച നാട്ടിൽ പോവും ഉസ്താദ്, ഞായറാഴ്ച വരും. അതിലിടക്ക് പിന്നെ ഉള്ള കുളത്തിൽ മുഴുവനും കുട്ടികളാണ്. അതുപോലെ തന്നെ അവര് പള്ളിയിൽ വികൃതിയാണ്. പള്ളിയോടുള്ള അതബുകേട് കാണിച്ച് കുട്ടിക്കാലത്തെ അതബുകേട് സമ്പാദിച്ചതിന്റെ ഭവിഷ്യത്ത് സംഭവിക്കുകയാണ്. അതുപോലെ അവര്, ഞാനിങ്ങനെ ഓർക്കുന്നു, പുല്ലൂക്കര ഉസ്താദിന്റെ ദർസിലോതുന്ന സമയത്ത് ഇശാ ഒക്കെ കഴിഞ്ഞ് രണ്ടാം ദർസ് കഴിഞ്ഞ് ഉറങ്ങാൻ വരുമ്പോ ഉസ്താദ് വന്നിങ്ങനെ അവിടെ നിൽക്കും. എന്നിട്ട് ഓരോരുത്തർക്കും നിർണയിച്ചു കൊടുക്കും, അവൻ അവിടെ കിടക്കണം, ഇവൻ ഇവിടെ കിടക്കണം, ഇവൻ ഇവിടെ കിടക്കണം. ഉസ്താദ് എന്താ നോക്കുന്നത്? താടിയും മീശയും മുളച്ച മുതിർന്ന കുട്ടികൾ കിടക്കുന്ന ആ സൈഡിൽ ഒരിക്കലും കൗമാരപ്രായമുള്ള അതേ താടിയും മീശയും മുളക്കാത്ത കുട്ടികൾ കിടക്കാൻ പാടില്ല. ആ ഭാഗത്തടുക്കാനേ പാടില്ല. ആ നിലക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണം. ചെറുതല്ല വിഷയം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ചില ചെറുപ്പക്കാര് കുട്ടികൾ കൈ തന്നു, ഞാൻ കൈ കൊടുത്തിട്ടില്ല. ആ മക്കൾ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കണ്ട. കൗമാരപ്രായമുള്ള താടിയും മീശയും മുളക്കാത്ത കുട്ടികൾ, അവർക്ക് കൈ കൊടുക്കൽ ഹറാമാണ്. അവരെ കൈപിടിച്ച് മുസാഫഹ ചെയ്യൽ ഹറാമാണ്. ഫതുഹുൽ മുഈനിലുണ്ട്, തുഹ്ഫയിലുണ്ട്, സർവ്വ കിതാബുകളിലുമുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, അത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കേണ്ടത് പണ്ഡിതന്മാരാണ്. കൈതരാൻ വന്ന കുട്ടികളുടെ ചുമലത്ത് തട്ടിയിട്ട് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഞാൻ മാറിക്കളഞ്ഞു. കാരണം അത് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമമാണ്. നിയമം പാലിച്ചോളണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ അബൂ അംർ റളിയല്ലാഹു അൻഹു വലിയ ഖാരിയാണ്, ഖുറാകളിൽപ്പെട്ട മഹാനാണ്. മഹാനവറുകളെ ദർസിൽ വരുന്ന ഒരു കുട്ടി, താടിയും മീശയും മുളക്കാത്ത നല്ല ഭംഗിയുള്ള ആൺകുട്ടി, ഒരു ദിവസം മുഖത്ത് കണ്ണ് പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്ന് ചുംബിച്ചു പോയി. അതേ സമയത്ത് അതോടുകൂടെ തന്നെ ഖുർആൻ മുഴുവനും മറന്നുപോയി. പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ഔലിയാക്കളെ സമീപിക്കലുണ്ട്. കാരണം കൊടുക്കുന്നവൻ അല്ലാഹയാണെങ്കിലും നന്മയുടെ നിമിത്തങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. തൂബാലി അബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ. ഖൈറിന്റെ താക്കോലുകളായി ചില മഹാന്മാരുണ്ട്. ഹസനുൽ ബസരി തങ്ങൾ അതിൽപ്പെട്ട ആളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച മഹാനാണ്. അന്ന് ചെറുപ്പക്കാരനായിരുന്നു. പ്രസംഗിക്കുന്നു പള്ളിയിൽ വെച്ച്. പല ചെറുപ്പക്കാരും പള്ളിയിൽ വെച്ച് പ്രസംഗിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഓരോരുത്തരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. നീ പ്രസംഗിക്കണ്ട, നീ പ്രസംഗിക്കണ്ട, നീ പ്രസംഗിക്കണ്ട. എന്തേ കാരണം? കുളൂസ് പറയാണ്, ഖുസാസാണ്, കുളൂസ് പറയാണ്. തെളിവില്ലാതെ എന്തെല്ലാമോ വിളിച്ചു പറയാണ്. ഇന്നത്തെ ലോകവും അങ്ങനെയായി മാറുന്നുണ്ട്. ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ എന്തെല്ലാമോ കുളൂസ് വിളിച്ചു പറയുന്ന കുറെ പ്രസംഗകരിറങ്ങിയിട്ടുണ്ട്. അവര് ശരിക്കോർത്തോളണം. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടും. അത് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും നോക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ചോദ്യം ചെയ്യപ്പെടും. നല്ല ബോധത്തോടെ മാത്രമേ ഏതൊരാളും സംസാരിക്കാവൂ. സുഹൃത്തുക്കളെ, ഞാനിപ്പോഴത് വിശദമായി പറയുന്നില്ല. കണ്ണൂർ ജില്ലയിൽ ഞാൻ എത്രയോ പ്രസംഗിച്ച ഒരു മഖാമുണ്ട്, ഒരു മഖ്ബറയുണ്ട്. ആ മഖ്ബറയുടെ സമീപത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ ഉണ്ടല്ലോ, ബാബു മൗഇലത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബ്രി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു. ഖബറിന്റെ സമീപത്ത് വെച്ച് വഅദ് പറയുന്ന അധ്യായം. അങ്ങനെ ഒരു അധ്യായം തന്നെ ബുഖാരിയിലുണ്ട്. ഏതെങ്കിലും പുത്തൻവാദികൾ ഖബറിന്റെ അടുത്ത് എന്ത് പ്രസംഗമാണെന്ന് ചോദിക്കണ്ട. സുന്നത്ത് ജമാഅത്തിന് എല്ലാ വിഷയത്തിലും തെളിവുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ മഖ്ബറയുടെ സമീപത്തൊരു മരമുണ്ടായിരുന്നു, വലിയ ഒരു മരം. ഞാൻ ആ മരം കണ്ടിട്ടുണ്ട്, ഇപ്പോഴതവിടെ ഇല്ല. അത് മുറിച്ചു കളയാൻ ബഹുമാനപ്പെട്ട വലിയുല്ലാഹി സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ നാട്ടുകാരോട് പറഞ്ഞിരുന്നു. അവരത് മുറിച്ചു കളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരാൾ പ്രസംഗിക്കുമ്പോൾ പറയാണ്, സിയം വലിയുള്ള മുറിക്കാൻ പറഞ്ഞിട്ട് മുറിക്കാൻ തയ്യാറായില്ല. അവിടുത്തെ കമ്മിറ്റിയുടെ ഒരാൾ പറഞ്ഞു, സിയം പറഞ്ഞാലും ഞങ്ങളത് മുറിക്കൂല. അപ്പറഞ്ഞ മനുഷ്യന്റെ കഴുത്ത് മുറിച്ചു പോയി, കൊല്ലപ്പെട്ടു പോയി.
അങ്ങനെ കൊല്ലപ്പെട്ടു പോയതിനു ശേഷം പിന്നീട് ആ മരം മുറിച്ചു എന്നൊരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. ഞാൻ ഉടനെ തന്നെ ആ പ്രദേശത്തുള്ള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ വിളിച്ചു. അവരോട് ചോദിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരാളെ കൊല്ലപ്പെടുന്ന പ്രശ്നമേ ഉണ്ടായിട്ടില്ല. CM വലിയുള്ള പറഞ്ഞിട്ടുണ്ട്, മുറിച്ചിട്ടുണ്ട്. മറ്റത് കുളൂസാണ്. കറാമത്തിന്റെ പേരിൽ കുളൂസ് പറയുന്നവരുണ്ട്. ആലോചിച്ചോളണം. പറയുന്നത് എന്താണോ സത്യമായിരിക്കണം, തെളിവുള്ളതായിരിക്കണം. എന്തെങ്കിലും വിളിച്ചു പറയാൻ പാടില്ല. പറയുന്നത് കൃത്യമായിരിക്കണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ നന്മയുടെ നിമിത്തമാണ്. ഔലിയാക്കൾ നന്മയുടെ നിമിത്തമാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് പോയി അബൂ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശൈഖ് അവറുകളെ, എന്റെ ഖുർആൻ മുഴുവനും മറന്നുപോയി. ഒരു കൗമാരപ്രായമുള്ള ഭംഗിയുള്ള കുട്ടിയെ ചുംബിച്ചു പോയതാണ് പ്രശ്നം. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഉടനെ പുറപ്പെടൂ ഹജ്ജിന്. ഹജ്ജിന് പോയിട്ട് നിങ്ങൾ എന്ത് വേണം? ഹജ്ജിന് പോയാൽ നിങ്ങൾ അവിടെ മിനായിൽ ചെന്നാൽ മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന വലിയ പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് നിങ്ങൾ പോകണം. അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെ നിങ്ങൾക്കൊരു ശൈഖിനെ കാണാം, ഒരു മഹാനെ കാണാം. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂ അംർ റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഇബ്ലീസ് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ആ ചെറുപ്പക്കാരനായ കുട്ടിയെ സംബന്ധിച്ച് മതിപ്പുളവാക്കി. അങ്ങനെ ആ അബൂ അംർ റളിയല്ലാഹു അൻഹു ആരുമില്ലാത്തൊരു സ്ഥലത്ത് ആ കുട്ടിയെ കിട്ടിയപ്പോ വഖസദ അൻ യുഖബ്ബിലഹു എന്നാണ് കിതാബിലുള്ളത്. ചുംബിച്ചു എന്നല്ല, ചുംബിക്കാൻ ഉദ്ദേശിച്ചു. ചുംബിച്ചു എന്നല്ല, ചുംബിക്കാൻ ഉദ്ദേശിച്ചു. ഫലമ്മാ ഹമ്മ ബിഹി, ചുംബിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അൻസാഹുല്ലാഹു തആല ജമീഅൽ ഖുർആൻ, ഖുർആൻ മുഴുവനും അല്ലാഹു മറപ്പിച്ചു കളഞ്ഞു. മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ പോയി കണ്ട് സങ്കടം പറഞ്ഞത്. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾ മസ്ജിദുൽ ഖൈഫിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് മിഹ്റാബിൽ ഇരിക്കുന്ന ഒരു പണ്ഡിതനെ കാണാം. നിങ്ങൾ അദ്ദേഹത്തിന്റെ സമീപത്ത് പോയി പ്രശ്നം സൃഷ്ടിക്കരുത്. നിങ്ങൾ പോയി അലോസരപ്പെടുത്തരുത്. എല്ലാം കഴിയുന്നത് വരെ കാത്തിരിക്കണം. ഒരു മഹാനെ കാണാൻ പോയാൽ അതാണ് അദബ്. സുബ്ഹാനല്ലാഹ്. അവിടെ പോയി നിങ്ങൾ കാത്തിരുന്നിട്ട് അവസാനം നിങ്ങൾ അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ പറയണം. പറഞ്ഞതുപോലെ അബൂ അംർ റളിയല്ലാഹു അൻഹു ഇറങ്ങി മക്കയിലേക്ക് പോയി. ഹജ്ജിന്റെ അമലുകളിൽ നിന്ന് പ്രധാനപ്പെട്ടതൊക്കെ കഴിഞ്ഞു. മിനയിലെത്തി മസ്ജിദുൽ ഖൈഫിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞ ശൈഖ് അവറുകളെ കണ്ടു. മിഹ്റാബിൽ കുറെ ആളുകൾ ചുറ്റുഭാഗത്തുണ്ട്. അവിടെ അബൂ അംർ റളിയല്ലാഹു അൻഹു ഒരു മൂലയിൽ അവിടെ ഇരുന്നു. അപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് കടന്നു വന്നു. നല്ല വെള്ള വസ്ത്രം ധരിച്ച ഒരാള്. ശൈഖടക്കം എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഫസ്തഖ്ബലു, എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയി. വസല്ലമു അലൈഹി, എല്ലാവരും അതാ സലാം ചൊല്ലുന്നു, മടക്കുന്നു. വമകസു ഇലാ വഖ്തിസ്സലാ, നിസ്കാരത്തിന്റെ സമയം വരെ കാത്തിരിക്കുന്നു. നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ഈ വന്ന ആഗതനായ ശൈഖ് ഇമാമായി നിസ്കരിക്കുന്നു. മിഹ്റാബിലുണ്ടായിരുന്ന ശൈഖ് അടക്കം പിന്തുടർന്ന് നിസ്കരിച്ചു. വലമ്മാ ഖളവുസ്സലാ, നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പിരിഞ്ഞപ്പോൾ പള്ളി കാലിയായപ്പോൾ ശൈഖ് മാത്രമായപ്പോൾ അബൂ അംർ റളിയല്ലാഹു അൻഹു ചെന്ന് പ്രത്യേകം സലാം പറഞ്ഞു. നേരത്തെ വന്ന ശൈഖ് പോയിട്ടുണ്ട്. മിഹ്റാബിൽ ഇരുന്ന ശൈഖ് അവിടെ തന്നെയുണ്ട്. അതേ, ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹ് 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 അല്ലാഹ്. അറബികളുടെ ഒരു സ്വഭാവമാണ്. ഒരു വിഷയം പറയുമ്പോൾ അല്ലാഹുമ്മ എന്നോ അല്ലാ എന്നോ തുടക്കത്തിൽ പറയുന്നൊരു സ്വഭാവം. അത് അല്ലാഹുവിനോട് സഹായം ചോദിക്കാനാണ്. പിന്നീട് അതാ ശൈഖിനെ വിളിക്കുകയാണ്, യാ ശൈഖ് ഉദ്ഉല്ലാഹ ലീ, ശൈഖ് അവറുകളെ എനിക്കൊന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് സംഭവമൊക്കെ വിവരിച്ചു കൊടുത്തു. ആ കൗമാരപ്രായമുള്ള ചെറുപ്പക്കാരനായ കുട്ടിയെ ചുംബിക്കാൻ ഒരുങ്ങിയപ്പോൾ എന്റെ ഖുർആൻ മറന്നുപോയി.
ഈ ശൈഖ് അവറുകൾ എന്ത് ചെയ്തു? വനളറ ബിതർഫിൽ ലൈനി ഇലസ്സമായി, മേൽഭാഗത്തേക്ക് കണ്ണൊന്നുയർത്തി. കണ്ണ് താഴ്ത്തുമ്പോഴേക്ക് ഇത് തദക്കറാബു അംരിൻ ജമീഅൽ ഖുർആൻ ബിബറകത്തി ദുആഇഹി, ആ ശൈഖിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അബൂ അംർ റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ മുഴുവനും ഹൃദയത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ കാൽക്കൽ വീണുകൊണ്ട് കാലിന് ചുംബിച്ചു അബൂ അംർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ശൈഖ് അവറുകൾ ചോദിച്ചു, മൻ ദല്ലക അലയ്യ, അബൂ അംറേ, എന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആരാണ്? വാറശദക ഇലയ്യ, എന്നെ നിങ്ങളെ ഇവിടത്തേക്ക് എത്തിച്ചത് ആരാണ്? അബൂ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹസനുൽ ബസരി, അത് ഹസനുൽ ബസരി തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ കയറി വരുമ്പോ പല പള്ളിയിലും പ്രസംഗിക്കുന്ന ആളുകളൊക്കെ അലി റളിയല്ലാഹു പുറത്താക്കി ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുന്ന പള്ളിയിൽ വന്ന് ദൂരെ നിന്നിട്ട് പ്രസംഗം ഇങ്ങനെ കേട്ട് എല്ലാ പ്രസംഗവും കേട്ട് അവസാനം പറഞ്ഞു, ഈ ചെറുപ്പക്കാരന് പ്രസംഗിക്കുന്നതിന് കുഴപ്പമില്ല, ഇദ്ദേഹം ഇവിടെ പ്രസംഗിച്ചോട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഹസനുൽ ബസരി. കാരണം കുളൂസ് ഒന്നും പറയൂല, തെളിവിന്റെ അടിസ്ഥാനത്തിൽ നല്ല ഭക്തിയുള്ള പ്രസംഗമേ നടത്തും. സഹോദരന്മാരെ, ആ ഹസനുൽ ബസരി തങ്ങളാണ്. ഫതബസ്സമ ശൈഖു, അപ്പോൾ ഈ മെഹ്റാബിലിരിക്കുന്ന ശൈഖൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് വഖാല, മാനവർകൾ പറഞ്ഞു, ഫളഹനിൽ ഹസൻ, ഹസനുൽ ബസരി എന്നെ വഷളാക്കിയല്ലോ, ഹസനുൽ ബസരി എന്നെ വഷളാക്കിയല്ലോ. വഅന അയ്ളൻ നഫ്ളഹു, ഞാൻ അദ്ദേഹത്തെയും വഷളാക്കും. എന്താണ് ഈ വഷളാക്കി എന്ന് പറഞ്ഞത്? അതെ, ഞാനിങ്ങനൊരു ദുആ ഇജാബത്തുള്ള ആളാണ് എന്ന് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയില്ലേ, അതൊരു വഷളത്തരല്ലേ? അങ്ങനെയാ മഹാന്മാര് ചിന്തിക്കുന്നത്. നമ്മള് സുബ്ഹാനല്ലാഹ് ഒരു കറാമത്ത് എങ്ങനെയുണ്ട് ഉണ്ടാക്കി പറയാനാണ് നമ്മൾ നോക്കുന്നത്. അതെന്റെ കറാമത്താണ്, അത് ഞാൻ പിരിവ് ചോദിച്ചപ്പോൾ പൈസ തരാത്തോണ്ടാണ്, സുബ്ഹാനല്ലാഹ് അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയതാണ്. മറ്റത് എന്നോടങ്ങനെ പറഞ്ഞപ്പോ മടങ്ങിപ്പോകുമ്പോണ്ടായ അപകടമല്ലേ? ഇങ്ങനെയൊക്കെ കറാമത്ത് ഉണ്ടാക്കാൻ നോക്കിയല്ലേ. മഹാന്മാരെ സ്വഭാവം അങ്ങനെയല്ല. ലാ യഗ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അതല്ലേ സരിയുൽ സഖത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ശൈഖല്ലേ പറഞ്ഞത് എന്താണ്? നിങ്ങളെങ്ങാനും ഒരു തോട്ടത്തിലേക്ക് കയറിയിട്ട് അവിടെയുള്ള മരം, ആ മരത്തിന്റെ ഇലകൾ ലക്ഷക്കണക്കിനുണ്ട്. ഓരോ ഇലകളും നിങ്ങളെ വിളിക്കുന്നു, യാ വലിയല്ലാഹ്, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്, അസ്സലാമു അലൈക യാ വലിയല്ലാഹ് എന്ന് വിളിക്കുന്നത് കേട്ടാൽ ഞാനൊരു വലിയായി എന്ന് തീരുമാനിക്കല്ലേ. അത് ചിലപ്പോൾ മക്റായിരിക്കും, നിങ്ങൾക്കത് പരീക്ഷണമായിരിക്കുമെന്ന് പറഞ്ഞത് ആരാ? മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെയും റിഫായി ശൈഖ് തങ്ങളുടെയും ഖാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി തങ്ങളുടെയും അങ്ങനെ ലോകത്ത് നമ്മൾ ആദരിക്കുന്ന എല്ലാ മശായിഖന്മാരുടെയും ശൈഖായ സയ്യിദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ ശൈഖായ സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത് സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ഒരാളായി എന്നുള്ളൊരു ധാരണ നമുക്കാർക്കും ഒരിക്കലും വന്നുകൂടാ. മഹാനായ ആ ശൈഖ് പറയാണ്, ഹസനുൽ ബസരി എന്നെ വഷളാക്കി, പകരം ഞാനും വഷളാക്കും. വസ്തഖാല മിൻഹുൽ ബൈഉ, അതേ, എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഓ മനുഷ്യ, നിങ്ങളിവിടെ ഇരിക്കുമ്പോ ഒരാൾ വന്നത് കണ്ടില്ലേ? ഇന്നർ റജുലുല്ലദീ ജാഅ ഇലൈനാ, നമ്മളടുക്കലേക്ക് വന്ന ഒരാളില്ലേ? വഅക്രംനാഹു വസല്ലൈനാ മഅഹു സലാ, ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ബഹുമാനിച്ചു, അദ്ദേഹത്തെ പിന്തുടർന്ന് നമ്മളൊക്കെ നിസ്കരിച്ചു. കാന ഹുവൽ ഹസൻ, അതാണ് ഹസനുൽ ബസരി, ഞങ്ങളെല്ലാം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഹസനുൽ ബസരി. യജീഉ ഇലൈനാ കുല്ല യൗമിൻ, ദിനേന ബസറയിൽ നിന്ന് ഇവിടെ മസ്ജിദുൽ ഖൈഫിലേക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ എത്തുന്നുണ്ട്. വയുസല്ലി ബിനൽ ദുഹ്റ, ദുഹ്ർ ഞങ്ങളെ കൂടെ നിസ്കരിക്കും. സുമ്മ യുസല്ലിൽ അസ്റ ബിൽ ബസറ, പിന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ബസറയിൽ ചെന്ന് അസ്ർ നിസ്കരിക്കും. എന്നിട്ട് പറഞ്ഞു, മൻ കാന ലഹു ഇമാമുൻ മിഥ്ലൽ ഹസൻ, ഹസനുൽ ബസരിയെ പോലുള്ള ഒരു ഇമാമിനെ പിന്തുടരാൻ ഒരാൾക്കുണ്ടെങ്കിൽ പിന്നെ കൈഫ യഹ്താജു ഇലൈഹി ഇലാ യഹ്താജു ഇലാ ഗൈരിഹി,
പിന്നെ വേറൊരു ശൈഖിനെ തോടിപ്പോകേണ്ടതുണ്ടോ? വലാ യസ്തദീമിനു, വേറൊരാളോട് ദുആ ചെയ്യാൻ പറയേണ്ടതുണ്ടോ? ഹസനുൽ ബസരി തന്നെ പോരെ. ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാണ്? ഇൽമിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വലിയൊരു കാരണമാണ്. അതേ, കൗമാരപ്രായമുള്ള കുട്ടികളുടെ മുഖത്തേക്ക് ശഹ്വത്തോടെയുള്ള നോട്ടം പച്ച ഹറാമല്ലേ? ശഹ്വത്തില്ലെങ്കിലും ഹറാമാണെന്ന് ഇമാം നവവി തങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾ കണ്ടോ, ഇമാം അബൂ ഹനീഫ തങ്ങളെ ദർസിലേക്ക് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ കുട്ടി വന്നപ്പോ, താടി മുളച്ചിട്ടില്ല, ഭംഗിയുള്ള കുട്ടിയാണ്. തൂണിന്റെ മറുവശത്തിരുത്തിയിട്ട് ദർസ് നടത്തി അബൂ ഹനീഫ. അങ്ങനെ ഒരു ദിവസം അബൂ ഹനീഫ തങ്ങൾക്ക് കുറെ ചീർപ്പുകൾ ഹദിയ വന്നപ്പോ ചീർപ്പുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. മുഹമ്മദ് ഇബ്നുൽ ഹസന് കൊടുത്തില്ല. മറ്റു കുട്ടികൾ ചോദിച്ചു, മുഹമ്മദിന് ചീർപ്പ് കിട്ടിയില്ല. അപ്പൊ ചോദിച്ചു, ചീർപ്പെന്തിനാണോ താടിയില്ലാത്തവന്, താടി മുളക്കാത്തവന്? ഉസ്താദേ, മുഹമ്മദിന് താടി മുളച്ചിട്ട് കുറെ കാലങ്ങളായി. അപ്പോഴാണ് ദിനേന ദർസ് നടത്തുന്ന ഉസ്താദ് താടി മുളച്ച വിവരം അറിയുന്നത്. ഇതാണ് മദ്ഹബിന്റെ ഇമാമിങ്ങളെ സൂക്ഷ്മത. ഇതാണ് ആ മഹാന്മാർ. തഖ്വയാണ്, സൂക്ഷ്മതയാണ്. അവർക്കിടയിലുള്ള വീക്ഷണ വ്യത്യാസത്തിന്റെ പേരിൽ അവരെ അവമതിക്കുന്ന അതാ പുത്തൻവാദിയുണ്ടല്ലോ, അവർക്ക് തീരെ ബറക്കത്തില്ല. അവരത് ആലോചിക്കേണ്ടതുണ്ട്. പറഞ്ഞ വിഷയത്തിലേക്ക് പോകട്ടെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അബൂ ജഅഫറിൽ മൻസൂർ എന്ന ഗവർണർ, ഞാൻ റസൂലുള്ളാഹിനെ കൊള്ള മുന്നിട്ടുകൊണ്ടാണോ ദുആ നടത്തേണ്ടത്, അല്ല ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണോ? അപ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫി ബിഹി, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തന്നെ തിരിഞ്ഞു നിന്നോ. വസ്തശ്ഫി ബിഹി, നബി തങ്ങളോട് റെക്കമെൻഡ് തേടിക്കോ. കാരണം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വഖാല തആല വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക അൽ ആയ, തെറ്റ് ചെയ്തു പോയവർ തങ്ങളെ സമീപിക്കട്ടെ, എന്നിട്ട് തങ്ങളുടെ സമീപത്ത് വെച്ച് അല്ലാഹുവോട് പൊറുക്കലിന് ചോദിക്കട്ടെ. അതിന്റെ പുറമെ അവർക്ക് പറ്റിയ തെറ്റ് തങ്ങളോട് അതാ അവരാവലാതിപ്പെടട്ടെ, എന്നിട്ട് അങ്ങയോട് റെക്കമെൻഡിന് ആവശ്യപ്പെടട്ടെ. അങ്ങനെ അവരാവശ്യപ്പെടുകയും തങ്ങൾ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയുമായാൽ ലവജതുല്ലാഹ തവ്വാബർ റഹീമാ, പടച്ചവൻ ദോഷം പൊറുക്കുന്നവനായി എത്തിക്കാൻ കഴിയും. ഈ അർത്ഥം വരുന്ന ആയത്ത് അതാ ഹാഫിദ് ഇബ്നു കസീറിന്റെ തഫ്സീറിൽ പറഞ്ഞ തഫ്സീർ അനുസരിച്ചാണ് ഞാൻ അർത്ഥം പറഞ്ഞത്. അത് തന്നെയാണ് അതിന്റെ അർത്ഥം, സംശയം വേണ്ട. തീരെ സുഖമില്ല ഉസ്താദേ, വയറ്റുന്നു വല്ലാത്ത വേദന, നാളെ രാവിലെ പോയി ഇന്ന ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ നല്ലോണം നോക്കി, വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തേക്ക് പോന്നു. തിരിച്ചു വന്ന്, ഉസ്താദേ വാറ്റിന്റെ സൂക്കേടിന് ഒരു കുറവില്ല. എന്നോട് ഞാൻ പറഞ്ഞില്ലടോ ഡോക്ടറെ കാണാൻ പോണോ? ഞാൻ പോയി ഇതിന് തെളിവ് വേണ്ട, സെൽഫി എടുത്തിട്ടുണ്ട്. ഡോക്ടറെ കാണാൻ പോണോ എന്നതിന്റെ അർത്ഥം എന്താ? ഡോക്ടറെ കാണാൻ പോണവനെ പോയി നോക്കിയിട്ട് വരണോ? ആ ഡോക്ടറോട് രോഗവിവരം പറയണം, എന്നിട്ട് ആ ഡോക്ടർ നിനക്ക് ആവശ്യമുള്ള മരുന്ന് ശുപാർശ ചെയ്യണമെന്നല്ലേ? ഇതുപോലെ ജാഊക, തങ്ങളടുത്ത് വരണം എന്ന് പറഞ്ഞാൽ അവിടെ വന്നിങ്ങ് വരണമെന്നാ അല്ല. അതുകൊണ്ടായി ഇബ്നു കസീർ എന്ത് ചെയ്തത്? അവിടെ അള്ളാന്റെ റസൂലിനോട് അവർ ദോഷം പൊറുക്കാൻ റെക്കമെൻഡ് ചോദിച്ചു. റസൂൽ, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അള്ളാഹ് ദോഷം പുറത്തു കൊടുക്കും. ദോഷം പുറത്തു കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അതിന് നിമിത്തമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് തേടണം. അതാവശ്യമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നിമിത്തങ്ങളായി അള്ളാഹു പലതും വെച്ചിട്ടുണ്ട്. എല്ലാം സൃഷ്ടിച്ചവനും കൊടുക്കുന്നവനും അധികാരമുള്ളവനും ഒന്നേ ഉള്ളൂ, അവനാണ് അള്ളാഹ്. ആ അള്ളാഹു സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ ഇസ്ലാമിൽ അന്ധവിശ്വാസമില്ല, ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാ നബിതങ്ങൾ സ്വന്തം മകൻ ജനിച്ചത് കൊണ്ടാണ് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞ ജനങ്ങളെ തിരുത്തി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? വലിയ ബഹുമാനമുള്ള കഅബ ശരീഫ്
നബിതങ്ങൾ മുൻകൂട്ടി പറയുന്നു, അന്ത്യനാളാകുമ്പോൾ ലോകം നശിക്കുന്നതിന് മുമ്പ് കഅബ ശരീഫ് പൊളിച്ചു പോകും. കഅബ ശരീഫ് പൊളിച്ചു പോകും. നബിതങ്ങൾ പറയുന്നു, അവസാനം അല്ലാഹ് പടച്ചവന്റെ പേര് പറയുന്ന ഒരൊറ്റ മനുഷ്യനില്ലാതെയാകും. ഓ സുഹൃത്തുക്കളെ, ഹബീബ് നബിതങ്ങൾ പറഞ്ഞ ആ ലക്ഷണങ്ങൾ ഓരോന്നോരോന്നായി ദിനേന വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിൽ നിന്ന് ജനങ്ങൾ മുർത്തദ്ദാകുന്നു, അള്ളാഹുവിനെ തന്നെ ചോദ്യം ചെയ്യുന്നു, കഅബയെ തള്ളിപ്പറയുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം ഞാൻ സംസാരിക്കുന്നത് പിടിച്ചെടുക്കുന്നുണ്ട്. അതേ സമയത്ത് ചെറിയ മൊബൈൽ ഫോണിൽ പിടിക്കുന്നവര് വേറെയുണ്ട്. അതേ റിക്കാർഡാക്കാൻ ചെറിയ ചെറിയ ചിപ്പുകളുണ്ട്, പലതുമുണ്ട്. എന്നാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാലത്ത് ഇങ്ങനെ ഒരു ഉപകരണവും ഇല്ലല്ലോ. പക്ഷേ അവിടുന്ന് ഒരു ദിവസം പറഞ്ഞല്ലോ, ഒരാള് വന്നിട്ട്, ഒരു യഹൂദി വന്നിട്ട്, ഓ നബിയെ, എന്റെ ആട്ടിനെ ഞാൻ മേച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാട്ടിനെയും എടുത്ത് ചെന്നായ പോയി. പിന്നാലെ പോയി ഞാൻ ചെന്നായിയിൽ നിന്ന് ആട്ടിനെ മോചിപ്പിച്ചെടുത്തു. ആ ചെന്നായ അല്പം ഉയരമുള്ള സ്ഥലത്ത് കയറിയിരുന്നുകൊണ്ട് സംസാരിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു, ചെന്നായ സംസാരിക്കുന്നു. പറഞ്ഞതെന്താണ്? എനിക്ക് റബ്ബൊരു റിസ്ക് തന്നിട്ട്, ഭക്ഷണം തന്നിട്ട് വായിൽ നിന്ന് പിടിച്ചെടുത്തത് ന്യായമാണോ എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്, ആ ചെന്നായ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുമ്പോ ചെന്നായ പറഞ്ഞു, അതല്ല അത്ഭുതം. ശരിയായ അത്ഭുതം കാണണോ? റജുലും ബൈനൻ നഖ്ലതി യുഖ്ബിറു മാ കാന വമാ യകൂൻ. മദീനയിലേക്ക് പോയിക്കോ, അവിടെ അതാ ഈത്തപ്പനയുടെ മധ്യത്തിൽ നിന്നുകൊണ്ടൊരാള് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്നത് എന്താണ്? കഴിഞ്ഞ കാല സംഭവങ്ങൾ പറയുന്നുണ്ട്, ഇനി വരുന്ന കാല സംഭവങ്ങളും പറയുന്നുണ്ട്. അവിടെയാണ് അത്ഭുതം. സുബ്ഹാനല്ലാഹ്, പേർഷ്യക്കാര് റോമിനെ പിടിച്ചെടുത്തു. നബി തങ്ങൾക്ക് ഖുർആനിൽ ആയത്തിറങ്ങുന്നു, അലിഫ് ലാം മീം ഉലിബത്തിർ റൂം. റോം അതാ പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരൽപ്പം കഴിയുമ്പോ അതേ ഖുർആൻ പറയാണ്, അതേ അതാ ഈ റോം വിജയിച്ച് സയഗ്ലിബൂൻ, പേർഷ്യയെ അടക്കി ഭരിക്കും, റോം വിജയിക്കും. ഫീ ബിദ്ഇ സിനീൻ, 10 ചുരുങ്ങിയ കൊല്ലത്തിനിടയിൽ. ഡേറ്റ് വെച്ചാ പറയുന്നത്, 10 ചുരുങ്ങിയ കൊല്ലത്തിനിടയിൽ എന്നാണ് അതിന്റെ തഫ്സീർ. പക്ഷേ അതിന്റെ തഫ്സീർ അറിയാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 കൊല്ലത്തിലിടക്ക് നടക്കുമെന്ന് പറഞ്ഞ് ബെറ്റ് വെച്ച് പോയൊരു സംഭവമുണ്ട്. അന്ന് ബെറ്റ് വെക്കൽ ഹറാമില്ലായിരുന്നു. പക്ഷേ നബിതങ്ങളുടെ സമീപത്ത് വന്ന് പറഞ്ഞപ്പോ, പറ്റൂല സിദ്ദീഖേ, 3 കൊല്ലം അവധി പറഞ്ഞത് പറ്റൂല, 10 കൊല്ലമാക്കി മാറ്റിക്കോളണം. നേരത്തെ പറഞ്ഞതിന്റെ അതേ 10 ഒട്ടകമാണെങ്കിൽ 100 ഒട്ടകമാക്കിക്കോ, ബെറ്റ് വിരോധമില്ല. അന്ന് ബെറ്റ് വെക്കൽ ഹറാമില്ലായിരുന്നു. ഇരിക്കട്ടെ, അങ്ങനെ 100 ഒട്ടകമാക്കി മാറ്റി ബെറ്റ് വെച്ചിട്ട് പറഞ്ഞ സമയത്ത് തന്നെ, ഡേറ്റിന് തന്നെ പേർഷ്യക്കാര് പരാജയപ്പെട്ട് റോം വിജയിച്ച ചരിത്രമില്ലേ? അതുപോലെ 100 ചരിത്രം ഖുർആനിലും ഹദീസിലുമുണ്ട്. എന്നാ ഞാൻ പറയുന്നു, അതൊക്കെ മുമ്പ് കഴിഞ്ഞ സംഭവങ്ങളാണ്. എന്റെ കുട്ടിക്കാലത്ത് പോലും ഇന്ന് കാണുന്നത് പോലുള്ള റിക്കാർഡാക്കുന്ന ക്യാമറകളില്ലല്ലോ. എന്നാൽ പറയട്ടെ, 1500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അതേ നബി തങ്ങളെ സമീപത്ത് വന്നിട്ട് ചെന്നായ സംസാരിച്ച വിവരം പറയുമ്പോ ഹബീബ് നബി തങ്ങൾ പറയാണ്, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ചെന്നായ സംസാരിക്കൽ മാത്രമല്ല, ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയിട്ട് വൈകുന്നേരം തിരിച്ചു വന്നാൽ അവന്റെ വീട്ടിലുള്ള ചെരിപ്പുകൾ, അവന്റെ വീട്ടിലുള്ള വടികൾ പോലെയുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ, അവന്റെ വീട്ടിൽ അവൻ പോയതിനു ശേഷം എന്തെല്ലാം നടന്നു, എന്തെല്ലാം സംസാരിച്ചു, മുഴുവൻ വിഷയങ്ങളും ജീവനില്ലാത്ത സാധനങ്ങൾ ഒപ്പിയെടുത്ത് വൈകുന്നേരം വന്നാൽ പറഞ്ഞു കൊടുക്കുന്ന കാലം ഈ ലോകത്ത് വരും. അതിനുശേഷം
ശേഷമല്ലാതെ ഖിയാമത്ത് നാളുണ്ടാകൂല. ഹബീബ് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് 1000 കൊല്ലം പഴക്കമുള്ള കിതാബിൽ ഇന്നും കാണിക്കാൻ മിസ്കാത്ത് ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ ചിന്തിക്കുന്നു ഇബ്ലീസ് പിഴച്ചുപോയി. അറിവില്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞുകൂടാ. അഹങ്കാരമുണ്ടായപ്പോൾ പിഴച്ചുപോയി. അവന്റെ ബുദ്ധി തെറ്റിപ്പോയി. മണ്ണിനാണ് ബഹുമാനമെന്ന് ചിന്തിക്കാൻ അവന് കഴിഞ്ഞില്ല. ഇനി ഞാൻ പറയട്ടെ, ഒരു സ്ഥലത്ത് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കൊട്ട മണ്ണ് കൊണ്ടുപോയി ഇട്ടുകൊടുത്താൽ പിന്നെ തീക്ക് അഡ്രസ് ഉണ്ടാകുമോ? തീ പൊലിഞ്ഞു പോകൂലേ? അപ്പൊ മണ്ണിനല്ലേ ആ നിലക്കും ബഹുമാനം. ഇതുപോലെ പറയട്ടെ, ഈ മണ്ണ് കൊണ്ട് എത്രയെത്ര വസ്തുക്കളാ ശുദ്ധീകരിക്കുന്നത്, എത്ര ഫിൽറ്ററാണ് നടക്കുന്നത്. അതുകൊണ്ടല്ലേ കക്കൂസിന്റെ ടാങ്കി ഉണ്ടാക്കുമ്പോ കിണറിൽ നിന്നൊരു 15 മീറ്റർ അകലെ. എന്തേ കാരണം? ആ വെള്ളം 15 മീറ്റർ ഭൂമിയിലെ മണ്ണിലൂടെ വന്നാൽ കിണറ്റിലെത്തുമ്പോഴേക്ക് ശുദ്ധീകരിക്കുമെന്ന കാഴ്ചയല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് തന്നെയല്ലേ നായ തൊട്ടാൽ കഴുകുമ്പോൾ 7 പ്രാവശ്യം കഴുകണം. 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. അതിന് സോപ്പ് പോരെ കേട്ടോ, അതിന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. അതേ വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ തയമ്മും ചെയ്യണം. മണ്ണിന് വലിയ പ്രത്യേകതയാണ്. പക്ഷെ ഈ പ്രത്യേകത ഏതൊരാൾക്കും മനസ്സിലാകുന്ന പ്രത്യേകത ഇബ്ലീസിന് മനസ്സിലായില്ല. കാരണം ആ ഹമുക്കിന് കിബിറ് വർദ്ധിച്ചപ്പോ സമനില തെറ്റിപ്പോയി. അല്ലാഹുവിനെ ചോദ്യം ചെയ്തു. അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളതോടുകൂടി സമനില തെറ്റിയ ഇബ്ലീസ് അള്ളാഹുവിനെ ചോദ്യം ചെയ്തു. അതേ അസ്ജുദു ലിമൻ ഖലഖത തീന, കളിമണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ആദമിന് തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? അല്ല, ആ ഹമുക്കിന് ആലോചിച്ചുകൂടെ? ഈ തീയിനെയും പടച്ചത് അല്ലാഹല്ലേ, പടച്ച റബ്ബല്ലേ ഇത് കൽപ്പിച്ചത്. ആ റബ്ബ് പറയും പോലെ ചെയ്യലല്ലേ ശരി? അതല്ലേ ന്യായം? അതല്ലേ ബുദ്ധി? അത് ചിന്തിക്കാൻ ഇബ്ലീസിന് കഴിഞ്ഞില്ല. ആ ഇബ്ലീസിനെ വഴിപ്പെടുന്ന ജനങ്ങളുണ്ടല്ലോ, അവർക്കും ചിന്തിക്കാൻ കഴിയൂല. അവൻ യുക്തിവാദിയാകും, നിരീശ്വരവാദിയാകും, മതവിരോധിയാകും, മതത്തെ ചോദ്യം ചെയ്യും, മതത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണല്ലോ ഹബീബ് നബി തങ്ങൾ പറഞ്ഞത്, ഈ തടീച്ചക്ക് വഴിപ്പെട്ടു പോകുന്ന കക്ഷികളുണ്ടല്ലോ, പേപ്പട്ടി വിഷം പോലെയാണ് ഇത്തരം ആശയങ്ങൾ. പേപ്പട്ടി വിഷത്തിന്റെ സ്വഭാവം എന്താണ്? അതേ ഇങ്ങനെ കൂടി 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 ആ പേയിളകിക്കഴിഞ്ഞാൽ, പേപ്പട്ടിക്ക് പേളകിക്കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്താണ്? ഇനി അതിങ്ങനെ ഓടിക്കടിക്കലാണ്. കിട്ടുന്ന സ്ഥലത്തെല്ലാം എനിക്ക് പറ്റിയ ആ വിഷം മറ്റുള്ളവരിലേക്ക് എങ്ങനെ പ്രവഹിപ്പിക്കാൻ കഴിയുമെന്ന നിലക്ക് ഓടിക്കടിക്കുകയാണല്ലോ പേപ്പട്ടിയുടെ സ്വഭാവം. ഇതുപോലെ തെറ്റായ ആശയത്തിൽ പെട്ടുപോയവൻ അവന്റെ തെറ്റായ ആശയം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി അവന്റെ പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. ഒന്ന്. മറ്റൊന്ന്, പേളകിപ്പോയ നായക്ക് ചികിത്സിച്ചത് കൊണ്ട് കാര്യമുണ്ടാകൂല. അതിന് കുത്തിവെപ്പ് നടത്തിയിട്ട് കാര്യമില്ല. അതുപോലെ തെറ്റായ ഇത്തരം ആശയങ്ങൾ ഖൽബിലേക്ക് കടന്നവനെ പിന്നെ നന്നാക്കിയെടുക്കാൻ കഴിയൂല. മൂന്നാമത്തതോ, അതാ മക്കളെ പേപ്പട്ടിയുണ്ടവിടെ എന്ന് പറഞ്ഞ ബാപ്പ മക്കളെ വിടൂല, ഉമ്മ മക്കളെ വിടൂല. പേപ്പട്ടി ഇളകിയിട്ടുണ്ടങ്ങനെ പോകാൻ പറ്റൂല, അതിലേക്ക് അടുക്കാൻ പറ്റൂല. ഇതുപോലെ ഇത്തരം തെറ്റായ അതേ നാസ്തികവാദമോ ലിബറലിസമോ അല്ലെങ്കിൽ യുക്തിവാദമോ നിരീശ്വരവാദമോ മതവിരോധമോ പുത്തൻവാദമോ ഒരാൾക്കുണ്ടായാൽ, ഹബീബ് നബി തങ്ങൾ വെറുതെ അല്ല ഈ ഉദാഹരണം പറഞ്ഞത്,
പേപ്പട്ടിയുടെ സമീപത്ത് നിങ്ങൾ അടുക്കാൻ പോകുമോ? കാരണം കടിച്ചാൽ ചിലപ്പോ കുത്തിവെപ്പ് നടത്തിയാലും രക്ഷപ്പെട്ടില്ലെങ്കിലോ, പേളകി അങ്ങ് മരണപ്പെട്ടാലോ. അതുപോലെ നിങ്ങളെ ഈമാനിന് മുറിവേൽപ്പിക്കാൻ വരുന്ന ഇത്തരം യുക്തിവാദികള്, നിരീശ്വരവാദികള്, മതവിരോധികള്, പുത്തൻവാദികള്, അവരെ സദസ്സിൽ നിങ്ങൾ പോകല്ലേ, അവനുള്ള വഴിക്ക് കടുക്കല്ലേ. അതുകൊണ്ടാണ് നബി നിങ്ങൾ പേപ്പട്ടി വിഷം പോലെയാണെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഖുർആനും പറഞ്ഞത്. അതേ, ഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ, നമ്മളെ ദൃഷ്ടാന്തങ്ങളായ ആയത്തുകളിൽ അനാവശ്യമായി കടന്നുവന്ന് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന കക്ഷികളെ